സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബല്ലയുടെ പ്ലാൻ അനുസരിച്ച് കുരുവിള ചന്ദ്രോത്തുള്ളവരെ വട്ടം ചുറ്റിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇസബല്ല നന്ദനെ തട്ടിക്കൊണ്ട് വരാനായിട്ട് ഒരു ടീമിനെ തന്നെ അയക്കുന്നുണ്ട്. അവർ ചന്ദ്രോത്തേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ട്. ഇതേസമയം പ്രഭാവതിയും സിദ്ധാർത്ഥനുമാണെങ്കിൽ ഇതൊന്നും അറിയണില്ല. അവർ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെ ആയതും പ്രഭാവതി കോഫിയായിട്ട് നന്ദൻ്റെ റൂമിൽ ചെല്ലുമ്പം നന്ദനെ അവിടെ കാണുന്നില്ല. ആ സമയത്ത് തന്നെ പ്രഭാവതി അങ്ങോട്ട് നല്ലോണം പേടിക്കുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ നന്ദാന്നും പറഞ്ഞ് അതിലെ വിളിച്ചുകൊണ്ട് നടക്കുകയും എല്ലായിടത്തും പോയി നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നന്ദൻ ആ വീട്ടിലെങ്ങുമില്ല. നന്ദൻ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഗിരീഷിനെ വിളിച്ച് വിവരം പറഞ്ഞതും രജനിയാണെങ്കിൽ എന്താ ഗിരി എന്ന് ചോദിക്കുമ്പം ഗിരീഷൻ രജനിയോടൊന്നും പറയണില്ല. അമ്മയോട് പറയുന്നുണ്ട് രജനിയെ ഒന്ന് ശ്രദ്ധിച്ചോളണം, ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാനിപ്പോൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഗിരി പോകാനും ഉറങ്ങുമ്പം രജനി വന്നിട്ട് ഗിരീനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താ ഗിരി, എന്താണെങ്കിലും എന്നോട് പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് പേടിയാവോ എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് ഒരു പ്രശ്നമല്ല, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യത്തിന് വേണ്ടി പോണതാണ്, നീ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് ഗിരീഷൻ പോകുന്നുണ്ട്. ഗിരീഷൻ പോയി കഴിഞ്ഞതും രജനി പറയുന്നുണ്ട് എന്തായിരിക്കുമോ ഗിരി ഇപ്പോൾ ഓടിപ്പോയത്, ആരായിരിക്കും വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ മോളെ, ഗിരി ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ആ ദേവികയുടെ അച്ഛൻ്റെ കാര്യത്തിനെങ്ങാനും പോയതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതും അറിയില്ലല്ലോ, എന്തായാലും അവൻ വന്നിട്ട് പറയാമെന്നും പറഞ്ഞല്ലേ പോയെന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയും സിദ്ധാർത്ഥിനെയാണ്. ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട് അച്ഛാ ഈ വിവരം പോലീസിൽ അറിയിക്കണ്ടേ, നന്ദനെ ഇനി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല മോളെ, ഞങ്ങൾ രാവിലെ നോക്കുമ്പോഴല്ലേ അവനെ കാണാതിരുന്നത്, എന്തായാലും മോളി വിവരം പോലീസിനെ അറിയിക്കുക, എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കണം. ആ സമയം പ്രഭാവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, എൻ്റെ മോനെ കാണുന്നില്ല, എനിക്ക് എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം സിദ്ധു, എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല, അവനക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയണേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് കരയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് പ്രഭേ താനൊന്ന് സമാധാനപ്പെട്, അവനക്കൊന്നും സംഭവിക്കില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ആ സമയം പ്രഭാവതിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാണ്ട് പ്രഭാവതി കിടന്ന് കരയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവികയാണെങ്കിൽ ഫോണെടുത്ത് വിളിക്കുന്നത് തന്നെ ആ DYSP കുരുവിളേനെയാണ്. കുരുവിള ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം നന്ദുവിനെ കാണാനില്ല എന്ന് പറയണു. മേഡം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എൻ്റെ ഭർത്താവ് നന്ദനില്ലേ, നന്ദനെ രാവിലെ കാണുന്നില്ല എന്ന്. ആ സമയം കുരുവിള ചോദിക്കുന്നുണ്ട് നന്ദൻ എവിടെ പോയതാന്ന് ചോദിക്കുമ്പം അതറിയില്ല, എത്രയും പെട്ടെന്ന് സാർ അന്വേഷണം ആരംഭിക്കണം, എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ചെയ്യണം. ഇതിനു മുമ്പ് ഞാൻ പല കാര്യങ്ങളും സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴൊന്നും സാർ അത് അത്ര ഗൗരവത്തിലെടുത്തില്ല, ഇതിൽ ഉഴപ്പരുത്, എത്രയും പെട്ടെന്ന് സാറ് ചന്ദ്രോത്ത് വരെ ഒന്ന് വരുകയും ചെയ്യണം, ഇവിടെ എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. സാറിപ്പോൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ മേഡം ഞാൻ അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങായിരുന്നു, ഞാൻ CIനെ വിടാമെന്ന് പറയുന്നു. എന്നാൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട് സാറേ എന്നും പറഞ്ഞ് ദേവിക ഫോൺ വെച്ചിട്ട് സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട് ഞാൻ DYSPനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കാമെന്നാണ് പറഞ്ഞത്, അതുപോലെ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതേ സമയം കുരുവിളയാണെങ്കിൽ ഭയങ്കര ആലോചനയിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇസബല്ല വന്നിട്ട് പാപ്പൻ പോകാനിറങ്ങിയോ, പാപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, ഒരു 10 മിനിറ്റ് സമയം എന്താ, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം, ഇന്നലെ ഒന്ന് നന്നായിട്ട് ഉറങ്ങി, എന്തായാലും എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയുന്ന സമയത്ത് കുരുവിള ഇസബല്ലയോട് പറയുന്നുണ്ട് ഒരു ന്യൂസ് ഉണ്ടെന്ന്. എന്ത് ന്യൂസാണ് പാപ്പാന്ന് ചോദിക്കുമ്പം നന്ദനെ കാണാനില്ല എന്ന്. ആ സമയം ഇസബല്ലയാണെങ്കിൽ സന്തോഷത്തിൽ തന്നെ നിൽക്കുന്ന സമയത്ത് കുരുവിള ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നിനക്കൊരു മാറ്റമില്ലല്ലോ എന്ന് പറയുമ്പം അതെന്തിനാ പാപ്പ, ഞാനൊരു കാര്യം നേരത്തെ തന്നെ പാപ്പനോട് പറഞ്ഞിരുന്നില്ലേ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കുന്ന, നീ എന്താ ബെല്ല ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പം അത് പാപ്പന് മനസ്സിലായില്ലേ, നന്ദനെ ഇന്നലെ രാത്രി അവിടെ നിന്ന് പൊക്കിയത് എൻ്റെ ആളുകളാണ്. ആ സമയത്ത് ഈ പാപ്പൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഇസബല്ല ഈ ചെയ്യുന്നത്, ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുന്നത് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം എന്ത് ഭവിഷ്യത്തുണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, ആ ദേവികയെ തോൽപ്പിക്കണമെങ്കിൽ നന്ദൻ എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ദേവികയെ തോൽപ്പിക്കും, അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. ആ സമയത്ത് പാപ്പൻ പറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നമാവും, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ലാട്ടോ എന്ന് പറയുമ്പോൾ അത് വേറെ പ്രശ്നമൊന്നുമില്ല, എന്തായാലും ദേവിക വിളിച്ച് പാപ്പനോടല്ലേ നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ട് പാപ്പൻ ഇത് വേണ്ട രീതിയിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്താൽ മതി, എന്ത് കാര്യത്തിനും ചവിട്ടി പിടിച്ച് നിന്നേച്ചാൽ മതി, ഞാൻ അന്വേഷിക്കാം, കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ടെത്തും, അല്ലെങ്കിൽ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് മാക്സിമം സമയം അങ്ങോട്ട് ഉഴപ്പി വിട്ടാൽ മതി. ആ സമയത്ത് ഈ കുരുവിളയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പം ഇസബല്ല ഞാനിപ്പോൾ ഫുഡ് എടുക്കാം പാപ്പനോട് നിൽക്കുന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ദേവിക വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയൊന്ന് സമാധാനപ്പെട്, പോലീസ് വരട്ടെ, അന്വേഷണം തുടങ്ങാമെന്ന് പറയുമ്പം നിങ്ങളെന്താ ഇങ്ങനെ പറയണത്? ഒരു പൂച്ചക്കുഞ്ഞിനെ കാണാതായാൽ പോലും എല്ലാവരും പെട്ടെന്ന് അന്വേഷിക്കും. ഇതിപ്പോൾ എൻ്റെ മോനെ കാണാണ്ടായിട്ട് ആർക്കും ഒരു ഉത്സാഹമില്ല, അവൻ പോയ വഴി പോട്ടെ എന്നാണോ നിങ്ങൾ വിചാരിച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ പറയണേ? നമ്മൾ എല്ലായിടത്തും വിളിച്ച് അന്വേഷിച്ചില്ലേ, പാർട്ടിക്കാരെയും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാവരും അന്വേഷിക്കുന്നു. പിന്നെ പോലീസ് വന്നാലേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എത്ര നേരമായി പോലീസ് ഇപ്പോൾ വരുമെന്ന് പറയണു, പോലീസ് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ ഗിരീശൻ പറയുന്നുണ്ട്, മേഡം ദേവിക പറഞ്ഞത് അതിൻ്റെ ശരി, നന്ദൻ എന്തായാലും സ്വയം എങ്ങും പോകാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിലും പോലീസ് വന്നാലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, പോലീസ് വരട്ടെ, അതാ ശരിയായ രീതിയിൽ. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല, എല്ലാവരും എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തോ ചെയ്യണ പോലെ. ആ സിദ്ധു ആണെങ്കിൽ ആർക്കൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനാണ് ഹരിയേട്ടനൊക്കെയാണ് ഫോൺ ചെയ്യണത്. ഹരിയേട്ടനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ അറിയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഹരിയേട്ടൻ പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു സിദ്ധുന്ന്. അതെന്താ ഹരിയേട്ട, വേറെ നമ്മുടെ മുമ്പിൽ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തണം, അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയാലോ. ഈ സമയത്ത് പോലീസുകാർ വരുന്നുണ്ട്. അന്നേരം ഹരിയേട്ടനോട് സിദ്ധു പറയുന്നുണ്ട്, പോലീസ് വന്നിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഹരിയേട്ടനെ വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളുടെ കുരുവിളയും ആൾക്കാരുമാണ്. കുരുവിള സിദ്ധാർത്ഥൻ്റെ അടുത്ത് വന്നതും എന്താ സാറേ വിശേഷം എന്ന് ചോദിക്കുമ്പം, അറിഞ്ഞില്ലേ എൻ്റെ മകനെ കാണാനില്ല എന്ന് പറയണു. അതെന്താ സാറേ, നന്ദൻ എവിടെയെങ്കിലും പോയതാണോ എന്ന് ചോദിക്കുമ്പം, ഒന്നും അറിയില്ല, ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പോൾ രാവിലെയല്ലേ നന്ദനെ കാണാതായത്, എന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നന്ദൻ എന്തെങ്കിലും കുഴപ്പത്തിൽ പോയി പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നുമില്ല, കാണാണ്ടായതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി, അതുകൊണ്ട് അറിയിച്ചതാണ്. എന്തായാലും സാറ് അകത്തേക്ക് വാ, അവിടെ പ്രഫയാണെങ്കിൽ ആകെ ടെൻഷനിലിരിക്കുക, ഭയങ്കര കരച്ചിലും ബഹളമെന്ന് പറയുമ്പോൾ ഈ കുരുവിളയാണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ദേവികേനോട് ചോദിക്കുന്നുണ്ട്, നന്ദനെ കാണാതായത് എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ രാവിലെയാണ് കാണാതായെന്ന് പറയണു. അപ്പോൾ മേഡം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, കാണാനില്ലാതെ അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ആ സമയത്ത് പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതിയോട് ഈ കുരുവിള ചോദിക്കുന്നുണ്ട്, ആരാ ആദ്യം നന്ദനെ കാണാനില്ല എന്ന് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ കോഫി ആയിട്ട് ചെന്നതാ, അപ്പോൾ തന്നെ നന്ദനെ റൂമിൽ കാണാണ്ടായപ്പം എനിക്ക് ഭയങ്കര പേടിയായി എന്ന് പറയുമ്പോൾ കുരുവിള ചോദിക്കുന്നുണ്ട്, അതെന്തിനാ പേടിക്കണേ, ഒരാളെ റൂമിൽ കണ്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അയാൾ ചിലപ്പോൾ വാഷ്റൂമിൽ പോയതായിരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കാം, അതിന് ഇത്രയധികം പേടിക്കാൻ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നന്ദൻ എന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടോ, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം കുരുവിള മാക്സിമം ഇവരെ ചോദിച്ച് കഷ്ടപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം ഇസബെല്ലയ്ക്ക് സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നീക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഈ നന്ദൻ്റെ കാര്യങ്ങൾ തന്നെ കുരുവിള ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, ഈ 2 മണിക്കൂറും കൊണ്ട് തന്നെ മോനെ അന്വേഷിക്കണമെന്ന് പറയാൻ എന്താ കാരണം സാറേ, സാധാരണ ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞ് വന്നില്ലെങ്കിലാണ് പോലീസിൽ അറിയിക്കണേ, ഇതിപ്പോൾ നിസ്സാര സമയമായിട്ടുള്ളൂ, അതിന് മുമ്പേ പോലീസിൽ അറിയിച്ച് അന്വേഷണം ഊർജിതമാക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അത് സാറേ വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് നന്ദു ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ആ സമയം കുരുവിള പറയുന്നുണ്ട്, അതാദ്യം പറ, എന്തായാലും ഡിപ്രഷനൊരു കാരണം വേണമല്ലോ, എന്തെങ്കിലും കാരണമില്ലാതെ വെറുതെ ഡിപ്രഷനിലാവുമെന്ന്. ആ സമയം വീണ്ടും ദേവികയും സിദ്ധാർത്ഥനും ഗിരീഷിനൊക്കെ പെട്ട മാതിരി തന്നെ ആവുന്നുണ്ട്. പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സാറ് എൻ്റെ മോനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പറയുമ്പം, അതല്ല മേഡം എനിക്ക് മനസ്സിലാവാത്ത, മേഡം ഇത്ര അധികം പേടിക്കാൻ, നന്ദൻ ഒരു ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, പ്രായപൂർത്തിയായ പുരുഷനല്ലേ, അതും വീട്ടിൽ നിന്ന് കാണാണ്ടായിട്ട് 1-2 മണിക്കൂറായിട്ടുള്ളൂ, അതിനു മുമ്പ് ഇങ്ങനെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവൂലേ എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, അവൻ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ, അതിൻ്റെ ഇടയ്ക്ക് അവനൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, ആ ജോലി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ കെവിൻ്റെ കൂടെ അവൻ ജോലി ചെയ്യണത്, അങ്ങനെ സ്വന്തമായി കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആൾ മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് പോകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അങ്ങനെ അവനക്ക് ഡിപ്രഷൻ വന്നതാണ്. ആ സമയത്ത് കുരുവിള ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ സുഹൃത്തുക്കളെ കാണാനോ ബന്ധുക്കളുടെ വീട്ടിലോ പോയതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു, നന്ദന ആകെ ഒരു സുഹൃത്തേ ഉള്ളൂ, അത് മുരളിയ, ദേവികയുടെ ഡ്രൈവർ, അവനക്ക് പോലും ഒന്നും അറിയില്ല, പിന്നീടുള്ളത് ഒരു ഇസബെല്ലയും കെവിനോ, അവരെയൊക്കെ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചു, അവർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തതെന്ന്. അന്നേരം
കുരുവിള പറയുന്നുണ്ട്, ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും നന്ദൻ്റെ ഫോട്ടോ സഹിതം ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവരെന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കും. ആദ്യം തന്നെ ഞങ്ങൾ നന്ദൻ്റെ റൂമും പരിസരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെയെന്നും പറഞ്ഞ് കുരുവിള പോലീസുകാരെയും കൊണ്ട് എല്ലായിടവും ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നന്ദൻ്റെ റൂമിൽ വന്നിട്ട് കുരുവിള ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ബെല്ല പറഞ്ഞു വിട്ട ആൾക്കാർ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അവനെ പൊക്കിയേക്കണേന്ന്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയും ദേവികയും ഗിരീഷിനും സിദ്ധാർത്ഥനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഋഷിയും ഇസബല്ലയും എല്ലാവരും ചേർന്ന് ഈ നന്ദനെ പൊക്കിയെങ്കിലും അധികം വൈകാതെ തന്നെ നമ്മളുടെ ഹരിസാറ് തന്നെ ഈ നന്ദനെ കണ്ടെത്തുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അതോടുകൂടി ഇസബല്ലയ്ക്കും കെവിനും ഋഷിക്കൊക്കെ നല്ല മുട്ടം പണി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.